ഗോസസ് ലോയുടെ മൂന്നാമത്തെ ആപ്ലിക്കേഷനിലേക്ക് കിടക്കാം. ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെരിക്കൽ ഷെൽ. യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ കേസിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ഏതിലോ അപ്ലൈ ചെയ്യുന്നു? ഗോസസിലോ അപ്ലൈ ചെയ്തിട്ട്. നമുക്ക് കൺസിഡർ ചെയ്യാം, ഒരു തിൻ ഷെൽ യൂണിഫോംലി ചാർജ്ഡ് ആണ്. ഒരു സ്ഫെരിക്കൽ ഷെൽ, ഇത് സെൻറ്റർ O ആണ്. ഈ ഷെല്ലിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഷെല്ലാണ്. അപ്പോൾ പ്ലസ് ചാർജാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഒരു സ്ഫെരിക്കൽ ഷെല്ലാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. പ്ലസ് ചാർജാണ് അതിന് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ Oയിൽ നിന്ന് സ്മോൾ r ഡിസ്റ്റൻസ് അകലത്തിൽ നമുക്കൊരു പോയിൻ്റ് കൺസിഡർ ചെയ്യാം, P എന്ന് പറയുന്ന പോയിൻ്റ്. ഈ P എന്ന് പറയുന്ന പോയിൻ്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കറിയാം, പ്ലസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ P എന്ന് പറയുന്ന ഈ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും. ആണല്ലോ. ഇനി നമ്മൾ ഗോസസ് ലോയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് വേണം? ഒരു ഗോഷ്യൻ സർഫസ് വേണം. അപ്പോൾ നോക്കിക്കേ, ആ P എന്ന് പറയുന്ന പോയിന്റ് ഉൾപ്പെടുന്ന ഒരു ഇമാജിനറി സർഫസ്, ക്ലോസ്ഡ് സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യണം. ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് സ്ഫെരിക്കൽ ഷേപ്പുള്ള ചാർജ്ഡ് ഷെല്ലാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അത് ഉൾപ്പെടുന്ന രീതിയിൽ നമുക്കൊരു ഇമാജിനറി ഗോഷ്യൻ സർഫസ് എടുക്കുമ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഷേപ്പ് എന്ത് തന്നെയായിരിക്കും? സ്ഫെരിക്കൽ ഷേപ്പ് തന്നെയായിരിക്കും. ആ സ്ഫിയറിൻ്റെ റേഡിയസ് എന്തായിട്ട് വരണം? സ്മോൾ r റേഡിയസ് ആയിട്ട് വരണം. അപ്പോൾ സ്മോൾ r റേഡിയസ് ആയിട്ട് വരുന്ന ഇമാജിനറി ഗോഷ്യൻ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തു അല്ലേ? അപ്പോൾ ആ ഗോഷ്യൻ സർഫസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ r ആണ്. ഇവിടെ കിട്ടിയല്ലോ. ഇനി ഈ ചാർജ്ഡ് തിൻ സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്നും വിചാരിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് കടക്കാം. നമ്മൾ ഏത് തിയറം അപ്ലൈ ചെയ്യുന്നത്? ഗോസസ് ലോ. അപ്പോൾ ഗോസസ് ലോ അനുസരിച്ച് എന്താ നമ്മുടെ ഇക്വേഷൻ? ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ഇൻറ്റു ക്യൂ അല്ലേ? ഗോസസ് ലോ ഫൈ ഈക്വൽസ് 1/ε0 ക്യൂ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? ഫ്ലക്സ് ഫൈ എന്താന്ന് വേണം, അടുത്തത് ചാർജ് എന്താന്ന് വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിക്കുകയാണ്. എന്താണ് ഫൈ? ദാറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഏരിയ ഓഫ് ഗോഷ്യൻ സർഫസ് ആണല്ലോ. ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഏരിയ ഓഫ് ഗോഷ്യൻ സർഫസ്, ദാറ്റ് ഈസ് E ഇൻറ്റു ഗോഷ്യൻ സർഫസിൻ്റെ ഏരിയ. നമ്മൾ എടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗോഷ്യൻ സർഫസിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? സ്ഫെരിക്കൽ ഷേപ്പാണ്. അതിൻ്റെ റേഡിയസ് എത്രയാണ്? സ്മോൾ r ആണ്. അപ്പോൾ ആ ഗോഷ്യൻ സർഫസിൻ്റെ സർഫസ് ഏരിയ അതെന്തായിരിക്കും? 4π സ്മോൾ r സ്ക്വയർ. 4π സ്മോൾ r സ്ക്വയർ. എന്താണ് നമ്മൾ മൊത്തം സർഫസ് ഏരിയ കൺസിഡർ ചെയ്യാൻ കാരണം? സ്ഫെരിക്കൽ സർഫസ് ആവുമ്പോൾ ഏത് പോയിന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ എങ്ങനെയായിരിക്കും? പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ റേഡിയലി ഔട്ട്വേർഡ് ഡിറക്ഷൻ ആയിരിക്കും. അപ്പോൾ ആ സ്മോളർ റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ മൊത്തം സർഫസ് ഏരിയ നമ്മൾ എടുത്തു. അപ്പോൾ E ഇൻറ്റു 4π സ്മോൾ r സ്ക്വയർ. അടുത്തത് നമുക്ക് എന്ത് വേണം? ചാർജ് എന്താന്ന് വേണം. ചാർജ് എന്തായിരിക്കും? ചാർജിൻ്റെ ഇക്വേഷൻ സർഫസ് ചാർജ് ഡെൻസിറ്റി അറിയാമെങ്കിൽ Q ദാറ്റ് ഈസ് ഈക്വൽ ടു സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു ചാർജ് ഉള്ള ഭാഗത്തിൻ്റെ ഏരിയ. ആർക്കാണ് ചാർജ് ഉള്ളത്? ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ഈ ഷെല്ലിനാണ് ചാർജ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 4π ക്യാപിറ്റൽ R സ്ക്വയർ. അപ്പോൾ ഫ്ലക്സ് എന്താണെന്ന് കിട്ടി, ചാർജ് എന്താണെന്ന് കിട്ടി. ദെൻ ഗോസസ് ലോയിലേക്ക് കൊടുക്കുന്നു. ഫൈ ഈക്വൽസ് 1/ε0 ക്യൂ. അപ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിക്കേ. ഫൈക്ക് വരെ നമ്മൾ കൊടുക്കുവാണ് E into
4 pi small r square that is equal to 1 by epsilon 0 into ചാർജിന് പകരം നമ്മൾ കൊടുക്കുക സിഗ്മ ഇൻറ്റു 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ 4 pi and 4 pi ക്യാൻസൽ ചെയ്തു. Therefore E that is equal to sigma by epsilon 0 capital R square divided by small r square. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർത്തിരിക്കണേ. E ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ. കിട്ടിയല്ലോ. ഈ ഇക്വേഷന് വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അതായത് വി നോ ദാറ്റ് സിഗ്മ ദറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ഏരിയ അല്ലേ, 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനെ ഒന്ന് റീപ്ലേസ് ചെയ്ത് സിഗ്മയ്ക്ക് പകരം നമ്മൾ കൊടുക്കുവാണ്. സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ കൊടുക്കുന്നു. പിന്നെ ഇവിടെ ഓൾറെഡി ഉള്ള 1 by epsilon 0 ഉണ്ട്, ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ. അപ്പോൾ നോക്കിക്കേ, ക്യാപിറ്റൽ ആർ സ്ക്വയർ കട്ട് ചെയ്തിട്ട് E ദറ്റ് ഈസ് ഈക്വൽ ടു 1 by 4 pi epsilon 0 Q ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. കണ്ടോ, ഈ ഇക്വേഷൻ നമ്മൾ എവിടെയോ കണ്ടുപരിചയമുണ്ട് അല്ലേ. E ഈക്വൽസ് 1 by 4 pi epsilon 0 Q by R square. ഏത് കേസിലാണ്? ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. അവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇത് തന്നെയല്ലായിരുന്നോ? E ഈക്വൽസ് 1 by 4 pi epsilon 0 Q by R square. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫെരിക്കൽ ഷെല്ലിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പോയിൻ്റ് ചാർജായിട്ട് കണക്കാക്കാം. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫോർമുലാസും ഓർത്തിരിക്കണേ. E ഈക്വൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ, ഓർ E ഈക്വൽസ് 1 by 4 pi എപ്സിലോൺ 0 Q ബൈ ആർ സ്ക്വയർ. അപ്പോൾ കിട്ടിയ വിധം ഒന്നും കൂടി നോക്കുക. ഒരു യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫെരിക്കൽ ഷെൽ, റേഡിയസ് എത്രയാ? ക്യാപിറ്റൽ ആർ. പ്ലസ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡിറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ സെൻറ്റർ ഓയിൽ നിന്ന് സ്മോൾ ആർ ഡിസ്റ്റൻസ് അകലത്തിൽ നമ്മളൊരു പോയിന്റ് പി എടുക്കുവാണ്. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡിറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ഡിറക്ഷൻ. ഗോസസ് ലോ അപ്ലൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇമാജിനറി സ്ഫെരിക്കൽ ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്തു ആണല്ലോ. അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? സ്മോൾ ആർ ആയിരിക്കും. ദെൻ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ ആലോചിച്ചപ്പോൾ ഫൈ ദറ്റ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 Q ആണ്. അപ്പോൾ ഫ്ലക്സ് ഫൈ ദറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഏരിയ ഓഫ് ഗോഷ്യൻ സർഫസ് ദറ്റ് ഈസ് E ഇൻറ്റു ആ സ്മോൾ ആർ റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഏരിയ ദറ്റ് ഈസ് 4 pi സ്മോൾ ആർ സ്ക്വയർ. ദെൻ ചാർജിൻ്റെ ഇക്വേഷൻ എന്താ? ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ചാർജ് ഉള്ള ഭാഗത്തിൻ്റെ ഏരിയ. ക്യാപിറ്റൽ ആർ റേഡിയസ് ഉള്ള സ്ഫെരിക്കൽ ഷെല്ലിനാണ് എന്തുള്ളൂ? ചാർജ് ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഏരിയ 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ. ദെൻ ഗോസസ് തിയറത്തിലേക്ക് ആ വാല്യൂസ് നമ്മൾ കൊടുത്തു. E ഇൻറ്റു 4 pi സ്മോൾ ആർ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 സിഗ്മ ഇൻറ്റു 4 pi ക്യാപിറ്റൽ ആർ സ്ക്വയർ. 4 pi കട്ട് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷനായി E ഈക്വൽ സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ. അതിന് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സിഗ്മയ്ക്ക് പകരം നമുക്ക് Q ബൈ 4 pi ആർ സ്ക്വയർ എന്ന് കൊടുക്കുമ്പം ദാ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇവിടെ ദാ ക്യാപിറ്റൽ ആർ സ്ക്വയർ കട്ട് ചെയ്ത് പോയിട്ട് E ഈക്വൽസ് 1 by 4 pi epsilon 0 സ്മോൾ Q ബൈ ആർ സ്ക്വയർ. അത് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു എ പോയിൻ്റ് ചാർജിൻ്റെ കേസിലുള്ള സെയിം ഇക്വേഷനാണ് ഇവിടെയും കിട്ടിയത്. അപ്പോൾ ഒരു ചാർജ്ഡ് സ്ഫെരിക്കൽ ഷെല്ലിനെ വേണമെങ്കിൽ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഒരു പോയിൻ്റ് ചാർജായിട്ട് കണക്കാക്കാം. ഇവിടെ ഒരു പ്രത്യേകത എന്നുള്ളത് നമുക്ക് രണ്ട് കേസും കൂടിയും സെപ്പറേറ്റ് ചെയ്ത് കാണേണ്ടി വരും. അതായത് ഇപ്പോൾ കേസ് 1 നമുക്ക് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ആ പോയിൻ്റ് പി ഈ യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫെരിക്കൽ ഷെല്ലിൻ്റെ ഈ സർഫസിൽ തന്നെയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ എടുക്കുന്ന പോയിൻ്റ് പി എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ആ ചാർജ്ഡ് ഷെല്ലിൻ്റെ സർഫസിൽ തന്നെയാണ്. അപ്പോൾ ഇഫ് പി ഈസ് അറ്റ് ദ സർഫസ്, നമ്മുടെ പി എന്ന് പറയുന്ന പോയിൻ്റ് സർഫസിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ
നമ്മുടെ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുന്നത്. അപ്പോൾ സ്മോൾ ആർ എന്നുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയായിട്ട് വരും? ക്യാപിറ്റൽ ആർ ആയിട്ട് വരും അല്ലേ? സ്മോൾ ആർ ദറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0 ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ സ്മോൾ ആർ സ്ക്വയർ എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ആ സ്മോൾ ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ബിക്കംസ് ക്യാപിറ്റൽ ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്ക്വയർ കട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഓർക്കണേ, നമ്മൾ എടുക്കുന്ന പോയിന്റ് പി സർഫസിൽ തന്നെയാണെങ്കിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിട്ട് വരുന്നത്? ഇ ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0. പിടികിട്ടിയല്ലോ? ദെൻ സെക്കൻഡ് കേസായിട്ട് വരുന്നത് കേസ് 2. നമ്മളെടുക്കുന്ന പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ ആണെങ്കിൽ, അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ദ ഷെൽ ആണെങ്കിൽ നോക്കിക്കേ, ആ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ ഇൻസൈഡിലാണ് നമ്മുടെ പോയിന്റ് പി ഇരിക്കുന്നതെങ്കിൽ ഇൻസൈഡ് ദ ഷെല്ലിൽ ചാർജ് ക്യൂ വാല്യൂ എന്തായിരിക്കും? ഇൻസൈഡ് ദ ഷെല്ലിൽ ചാർജ് ഉണ്ടോ? ഇല്ല. ചാർജ് ക്യൂ ഈക്വൽസ് 0 ആയിരിക്കും. കാരണം എന്താ? ചാർജ് എവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്? സർഫസിൽ മാത്രമേ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. ഇൻസൈഡിൽ ചാർജിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും ഇൻസൈഡിൽ ഈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇൻസൈഡ് ദ ഷെല്ലിൽ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു 0. Therefore electric intensity E that is equal to 1/4 pi epsilon 0 സ്മോൾ ക്യൂ ബൈ ആർ സ്ക്വയർ എന്നല്ല നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷനിൽ ക്യൂ വാല്യൂ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0. അപ്പോൾ ഇൻസൈഡ് ദ ഷെല്ലിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് കിട്ടി? 0 ആയിട്ട് കിട്ടി. ഇതൊരു പ്രത്യേക കേസാണ്. ഈ കേസിന് നമ്മൾ പറയുന്ന പേരാണ്, ഈ സിറ്റുവേഷൻ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അതായത് ഒരു ചാർജ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടറിൻ്റെ ക്യാവിറ്റിയിൽ ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ചെയ്ത് പോകുന്നു. ഇലക്ട്രിക് ഫീൽഡ് അപ്രത്യക്ഷമായിട്ട് പോവുകയാണ്. ഈ ഫിനോമിന നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ് എന്താണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിങ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ വാനിഷിംഗ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ ക്യാവിറ്റി ഓഫ് എ കണ്ടക്ടർ. ഒരു ചാർജ്ഡ് കണ്ടക്ടറിൻ്റെ ക്യാവിറ്റിയിൽ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാതായിട്ട് പോകുന്നു. ആ ഫിനോമിനാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഇതിന് നല്ലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. നമ്മുടെ ലൈറ്റ്നിങ്ങിൻ്റെ സമയത്ത്, ഇടിമിന്നലിൻ്റെ ഒക്കെ സമയത്ത് നമ്മൾ കാറിനകത്താണെങ്കിൽ കാറിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് കൂടുതൽ സേഫ്. മനസ്സിലായോ? കാറിനകത്ത് തന്നെ ഇരുന്നാലുള്ള ഗുണം എന്താണ്? അവിടെ ചാർജ് എവിടെ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ? ആ കാറിൻ്റെ സർഫസിൽ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇൻസൈഡിൽ ചാർജ് 0 ആയിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയും 0 ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇടിമിന്നലുണ്ടാകുന്ന സമയങ്ങളിൽ കാറിനകത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അതിനകത്ത് തന്നെ ഇരിക്കുന്നതാണ് സേഫ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്തത് നമുക്കൊരു ഗ്രാഫും കൂടി വരയ്ക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നമ്മുടെ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസിൽ ഗ്രാഫ് വരയ്ക്കാൻ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ ഡിറക്ഷൻ y ആക്സിസിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. എക്സ് ഡിറക്ഷനിൽ നമ്മൾ എടുക്കുന്നത് ഡിസ്റ്റൻസ് ആണ്, സ്മോൾ r ആണ്. ദെൻ നമ്മുടെ സെൻറ്റർ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് O എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പോൾ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലിൻ്റെ കേസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് ഇതാണ് നമ്മുടെ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലാന്ന് വിചാരിച്ചോളൂ. ഇപ്പോൾ ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെല്ലാണിത്. അപ്പോൾ നോക്കിക്കേ, നമുക്കിവിടെ കിട്ടിയത് നമ്മൾ എടുക്കുന്ന പോയിൻ്റ്
ഇൻസൈഡ് ദ ഷെല്ലാണെങ്കിൽ ഇവിടെ ഒന്നും എന്തില്ല, ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഇല്ല ആണല്ലോ. അപ്പോൾ ഇൻസൈഡ് ദ ഷെല്ലിൽ നമുക്കിവിടെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഇവിടെ പോർഷൻ ഒന്നും ഇല്ല, കാരണം ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. നമുക്ക് എവിടെയാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മാക്സിമം ആയിട്ട് വരുന്നത്? സർഫസിലാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മാക്സിമം ആയിട്ട് വരുന്നത്. അതിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുന്നത്? σ/ε0 σ/ε0. അപ്പോൾ സർഫസിൽ നമുക്ക് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മാക്സിമം ആയിട്ട് വരുന്നു. അതായത് ഇപ്പോൾ ഇതാണ് റേഡിയസ് r ആയിട്ട് കൊടുക്കാം, ഇവിടെ നമുക്ക് -r എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സർഫസിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മാക്സിമം ആയിട്ട് വരുന്നത്. ദെൻ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി, അതായത് സെൻറ്റർ ഓയിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ഈ പ്രപ്പോർഷണൽ ടു 1/r² എന്നല്ല വരുന്നത്, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസാണ് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഗ്രാഫിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹൈപ്പർബോളിക് ഷേപ്പായിട്ട് ഇതാ ഇങ്ങനെ, അതേമാതിരി ഈ വശത്ത് എടുത്താലും ഇങ്ങോട്ടായിട്ട് വരുന്നത്. ഇവിടെ കിട്ടിയല്ലോ, ഇവിടെ ഈ പ്രപ്പോർഷണൽ ടു 1/r², ഇവിടേക്കാണെങ്കിലും ഈ പ്രപ്പോർഷണൽ ടു 1/r². വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്, ശ്രദ്ധിക്കണേ. ഇൻസൈഡിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ 0 ആണ്, അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാനായിട്ട് ഒന്നുമില്ല. സർഫസിലാണ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി മാക്സിമം ആയിട്ട് വരുന്നത്. അപ്പോൾ മാക്സിമം ആയിട്ട് വരുന്ന പോയിന്റ് നമ്മൾ വരച്ചു. ദെൻ സെൻറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് വരുന്നത്? കുറഞ്ഞു വരുന്നു അല്ലേ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പോൾ ഗ്രാഫ് വരച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്, ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമുക്ക് NCERT ടെക്സ്റ്റിലെ ഒരു പ്രോബ്ലം നോക്കാം. 21ാമത്തെ പ്രോബ്ലം നമുക്ക് തന്നിരിക്കുന്നത് ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ, അതിൻ്റെ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ചാർജ് അൺനോൺ ചാർജാണ്, ചാർജ് നമുക്ക് തന്നിട്ടില്ല. ഇവിടെ കിട്ടിയോ? 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ, അതിലെ ചാർജ് എന്താണെന്ന് തന്നിട്ടില്ല. ഇനി അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 20 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു പോയിൻ്റ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. E = 1.5 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. അതിൻ്റെ ഡിറക്ഷൻ തന്നിട്ടുണ്ട്, റേഡിയലി ഇൻവേർട്സ് തന്നിട്ടുണ്ട്. റേഡിയലി ഇൻവേർട്സ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതിന് കൊടുത്തിരിക്കുന്ന ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. എന്താണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? ചാർജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പിടികിട്ടിയല്ലോ. 10 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ അകലത്തിലെ പോയിന്റിൽ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ ചാർജ് റേഡിയലി ഇൻവേർട്സ് ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി ഡിറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എന്തായിരിക്കും കൊടുത്തിരിക്കുന്നത്? നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഈ അൺനോൺ ചാർജ് Q എന്താണെന്ന് കണ്ടുപിടിക്കണം ആണല്ലോ. അപ്പോൾ ഏതാ നമ്മുടെ ഇക്വേഷൻ? E that is equal to 1/4πε0 Q/r² എന്നുള്ള ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. ആ 1/4πε0ൻ്റെ വാല്യൂ നമുക്കറിയാം, എത്രയാ? 9 × 10⁹ Q/r² എന്നാണല്ലോ. Q അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ Q that is equal to E × r² divided by 9 × 10⁻⁹. നമ്മൾ വാല്യൂസ് കൊടുക്കുവാണ്. E എത്രയാ? 1.5 × 10⁻³ ദെൻ r², r എത്രയാ? 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × 10⁻⁻² മീറ്റർ. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 20 × 10⁻⁻² r² ഇല്ലേ, അപ്പോൾ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9 × 10⁻⁹. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 6.67 × 10⁻⁻9 ഓർ 6.67 × ആ 10⁻⁻9 നമുക്ക് എന്ത് കൊടുക്കാം? നാനോ അല്ലേ, നാനോ. യൂണിറ്റ് എന്തായിരിക്കും? ചാർജ് അല്ലേ, യൂണിറ്റ് എന്തായിരിക്കും? കൂളം.